വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ആ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഏറെക്കുറെ അത് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് അടുത്ത് ഈ ഒരു ലെവലും അതുപോലെ തന്നെ ഈ ഒരു ലെവലിലുമാണ് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത്. ഇനി താഴോട്ടേക്ക് ആണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. കുറച്ചുകൂടി താഴോട്ടേക്ക് ആണെങ്കിൽ വീണ്ടും എത്താൻ സാധ്യത ഉള്ളത് ഈ ഒരു ലെവലും കൂടിയാണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നേ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെയൊക്കെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ടിന്റെ തന്നെ നോക്കാം. 3285, 420, 3297, 899. അടുത്തത് 3306, 400, 3316, 167. അടുത്തത് 3325, 572. അടുത്തത് 3335, 881. അടുത്തത് 3350, 712. അടുത്തത് 3360, 841. അടുത്തത് 3368, 437. അടുത്തത് 3378, 927. അടുത്തത് 3387, 970. 3397, 556. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിലുള്ളത്. ഇനി 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷെ ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ഒരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ നമുക്ക് റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വീണ്ടും ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു മൂവ്മെന്റ് ഇപ്പൊ കാണുന്ന പോലെ നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലിലേക്കാണ്. ഈ ലെവലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 50 മിനിറ്റ്സിന്റെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്ന ലെവലുണ്ട്. അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ആയിരിക്കും വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത്. അടുത്ത റെസിസ്റ്റൻസ് ലെവലാണ്. റെസിസ്റ്റൻസ് ലെവലിലും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംഭവിക്കാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് തന്നെ പോകാവുന്നതാണ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട 50 മിനിറ്റ്സിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് സൈലന്റ് ആവുകയോ അതായത് സൈഡ് വേസിലേക്ക് വരികയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്ത് പോവുകയോ ആണ് സാധ്യത. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് എത്തിയതിന് ശേഷം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ വീഴുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും വരാം. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്കുള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. ഇവിടേക്ക് എത്താവുന്ന സാധ്യതയും കൂടി ഉണ്ട്. പിന്നീട് ഉള്ളത് ഒരു ലോയാണ്. കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞ പോലെ ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പക്ഷെ നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് വീണ്ടും വരാൻ സാധ്യത ഉണ്ട്. അതായത് ഒരു ലോങ് റണ്ണ് കിട്ടാൻ സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രധാനപ്പെട്ട
ഏരിയാസും അതുപോലെ തന്നെ പ്രൈസ് മൂവ്മെന്റിന് സാധ്യതയുള്ള കാര്യങ്ങളും. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.